വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ മരിച്ചവരുടെയെല്ലാം വിവരങ്ങൾ പ്രതിയുടെ മാതാവ് ഷെമിയെ ഡോക്ടർമാർ അറിയിച്ചു. ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം മാത്രമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇത് കേട്ടതും ഷെമിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെ മറ്റുള്ളവരുടെ മരണവിവരം അറിയിച്ചിരുന്നില്ല. എന്നാൽ മൂത്ത മകൻ അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്ന വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇളയ മകൻ അഫ്സാനടക്കം വാഹനാപകടത്തിൽ മരണപ്പെട്ടുവെന്നാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. സംഭവം കേട്ടയുടൻ മൂത്ത മകൻ അഫാനെ കാണണമെന്ന് ഷെമി പറഞ്ഞതായാണ് വിവരം. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ ഷെമി. പരിശോധിക്കുന്ന ഡോക്ടറും ബന്ധുക്കളും ചേർന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഷെമിയെ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ അറിയിച്ചത്. ഇളയ മകൻ അഫ്സാൻ, അഫാന്റെ പെൺസുഹൃത്ത് ഫർസാന, ഭർത്താവ് റഹീമിന്റെ മാതാവ് സെൽമ ബീവി, റഹീമിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ ബീവി എന്നിവർ മരിച്ചതായാണ് ഷെമിയെ അറിയിച്ചത്. വിവരം അറിഞ്ഞയുടൻ മൂത്ത മകൻ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോയെന്നും കാണണമെന്നും ഷെമി പറഞ്ഞു. ഷെമിയുടെ അസുഖം ഭേദമായി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയാലുടൻ അഫാനെ കാണിക്കാമെന്ന് ബന്ധുക്കൾ മറുപടി നൽകി. 3 ദിവസത്തിനകം ആശുപത്രി വിട്ടേക്കാമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന. ആശുപത്രി വിട്ട ശേഷം കൂട്ടക്കൊലപാതകത്തിന്റെ വിശദവിവരങ്ങൾ ധരിപ്പിച്ച ശേഷം വെഞ്ഞാറമൂട് CI അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷെമിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനിടെ കേസിൽ അഫാനുമായി 2ാം ഘട്ട തെളിവെടുപ്പ് തുടങ്ങി. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ SN പുരത്തുള്ള വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാനെ എത്തിച്ചത്. തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിരുന്നു. കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായാണ് ബോംബ് സ്ക്വാഡിനെ എത്തിച്ചത്. പരിശോധനയിൽ ഫോൺ കണ്ടെത്തി. പിതൃ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് സ്ഥിരമായുള്ള കുത്തുവാക്കുകളിൽ മനംനൊന്താണ് എന്നാണ് പ്രതി അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചത് നിങ്ങളാണെന്ന് അഫാൻ ലത്തീഫിനോട് പറഞ്ഞിരുന്നു. സോഫയിലിരുന്ന ലത്തീഫിന്റെ എതിർവശത്ത് വന്നിരുന്ന അഫാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് ചുറ്റികയെടുത്ത് തലക്കടിച്ചു. ബഹളം കേട്ടെത്തിയ ലത്തീഫിന്റെ ഭാര്യ ഷാജിദ ബീവി നിലവിളിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ഓടി. പുറകെ ഓടിയ അഫാൻ ഷാജിദ ബീവിയെയും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഈ സമയം ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നതോടെ അഫാൻ ആ ഫോണും കൈക്കലാക്കി. സംഭവശേഷം പുറത്തേക്കിറങ്ങിയ അഫാൻ ലത്തീഫിന്റെ ഫോൺ സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലം അഫാൻ പോലീസിന് പറഞ്ഞുകൊടുത്തു. ഷാജിദ ബീവിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിവരം പുറത്തറിയുമെന്നതിനാലാണ് അവരെയും കൊലപ്പെടുത്തിയത് എന്നുമാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടെ വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു. ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഷെമിയോടും അഫാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു. ലത്തീഫിന് 80,000 രൂപയോളം ഷെമി നൽകാനുണ്ടായിരുന്നു. ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്നും ലത്തീഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നുവെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. സുഹൃത്ത് ഫർസാനിയെ അഫാൻ വീട്ടിലെത്തിച്ചത് അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് എന്ന് കള്ളം പറഞ്ഞാണെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ക്യാൻസർ രോഗിയായ അമ്മ ഷെമിക്ക് അസുഖം കൂടുതലാണ് എന്നും ഫർസാനിയെ കാണണമെന്ന് പറഞ്ഞതിനാൽ വീട്ടിലേക്ക് വരണമെന്നും സംഭവ ദിവസം താൻ ഫർസാനിയെ അറിയിച്ചതായാണ് അഫാന്റെ മൊഴി. നടന്ന് കാവറ റോഡിലെത്തിയ ഫർസാനിയെ ബൈക്കിൽ കാത്തുനിന്ന അഫാൻ വീട്ടിലെത്തിച്ചു. പൂട്ടിയ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. തുടർന്ന് മതിലിന് ഉയരം കുറഞ്ഞ ഭാഗത്ത് ഇഷ്ടിക അടുക്കി വെച്ച് അതിൽ ചവിട്ടി ഇരുവരും മതിൽ ചാടിക്കടക്കുകയായിരുന്നു. പണയം വെക്കാൻ നൽകിയ സ്വർണമാല തിരികെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കിയ സുഹൃത്ത് ഫർസാനിയോട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തന്നെ സഹായിക്കാൻ ഫർസാന സ്വർണമാല നൽകിയിരുന്നു. എന്നാൽ ഫർസാനയുടെ വീട്ടുകാർ ഇതറിഞ്ഞതോടെ പ്രശ്നമായി. മാല തിരികെ ചോദിച്ച ഫർസാന തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതേ തുടർന്ന് തന്റെ പിതാവിന്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു. അതുവഴി ലഭിച്ച പണം ഉപയോഗിച്ച് മാല എടുത്തുകൊടുത്തുവെങ്കിലും ഫർസാനിയോടുള്ള വൈരാഗ്യത്തിന് ഇതും കാരണമായി. ദുരിതാവസ്ഥയിൽ തന്നെ വീർപ്പുമുട്ടിച്ചുവെന്ന ചിന്തയാണ് ഫർസാനിയോട് ഉണ്ടായിരുന്നത് എന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ അമ്മ ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുത്തു. ഷാൾ ഉപയോഗിച്ച അമ്മയെ ഭിത്തിയിൽ തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് അഫാൻ ആദ്യം ശ്രമിച്ചത്. രക്തം വാർന്ന നിലയിൽ അമ്മയെ മുറിയിലിട്ട ശേഷം ഇയാൾ മുത്തശ്ശി സെൽമ ബീവിയുടെ വീട്ടിലേക്ക് പോയി. മുത്തശ്ശിയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം
തിരികെ വീട്ടിലെത്തിയ അഫാൻ മുറിയിൽ നിന്ന് അമ്മയുടെ നരക്കം കേട്ടതോടെ വീണ്ടും ആക്രമിച്ചു. തുടർന്നാണ് മുറി പൂട്ടിയത്. ആക്രമണം നടത്തുമ്പോൾ ശബ്ദം കേട്ട് ആരെങ്കിലും എത്തിയാൽ അവരെ നേരിടാൻ താൻ മുളകുപൊടി കരുതിയിരുന്നതായും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 24-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കൊലപാതകങ്ങൾക്ക് പിന്നാലെ എലിവിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതോടെ അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 8 ദിവസത്തെ ആശുപത്രിവാസത്തിനൊടുവിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പിനായി വിട്ടത്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. സാമ്പത്തികമായി സഹായിക്കാത്ത മറ്റൊരു അമ്മാവനോടും പകതോന്നി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കിയെന്ന് അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള 3.5 വർഷം കൊണ്ട് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഷെമിക്കും അഫാനും ഉണ്ടായത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം നിലയ്ക്ക് വായ്പ വാങ്ങിക്കൂട്ടിയതിനു പുറമെ ബന്ധുക്കളുടെ പക്കൽ നിന്നും പണവും സ്വർണവും വീടിന്റെ ആധാരം വരെ വാങ്ങി പണയം വെച്ചിരുന്നു. കടബാധ്യതയ്ക്ക് തുടക്കമിട്ടത് അമ്മയാണെന്നും ജീവിക്കാൻ വഴിയില്ലാതെ എല്ലാവരെയും കൊലപ്പെടുത്തി താനും മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്.